സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചോദ്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ട്രിഗണോമെട്രി. ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസുകൾ ഇതിനുള്ളിലുണ്ട്. നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്നത് കുറവാണ്. അപ്പൊ പിന്നെ എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കും. മീൻസ് ചാപ്റ്റർ വെയിറ്റേജ് നല്ലതുപോലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇതൊക്കെ ഒരു സാധാരണ ലെവൽ ക്വസ്റ്റ്യൻസുകൾ, ഒത്തിരി ടഫേ അല്ല കേട്ടോ. ഒരു സാധാരണ ലെവൽ, എന്നാൽ ഇച്ചിരി ഹൈ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനൊന്നും ഒരു ഹൈ പ്രോബ്ലംസുകളൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കല്. പക്ഷെ കുട്ടികൾക്ക് ഇത്തിരി പാടായിട്ടുള്ളതാണ്. ഇവനെയൊക്കെ വേണം ചെയ്തങ്ങോട്ട് പൊളിച്ച് പഠിക്കാൻ. ഓക്കെ, സൈൻ 2θ ഈസ് ഈക്വൽ ടു 2/5. അങ്ങനെയാണെങ്കിൽ സൈൻ റേസ് 6θ പ്ലസ് സൈൻ റേസ് 4θ പ്ലസ് കോസ് റേസ് 6θ പ്ലസ് കോസ് റേസ് 4θയുടെ വാല്യൂ എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്തൊക്കെയോ റിലേഷൻ ഉണ്ട് ഇവരെല്ലാം തമ്മിൽ. ഇല്ലെങ്കിൽ നമുക്ക് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആ റിലേഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞാൽ ഓക്കെയാണ് അല്ലേ? ഇവരൊക്കെ ഞാൻ റിലേഷൻസുകളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇത്രയാണ് നമ്മുടെ ചോദ്യം. ഞാൻ അവിടുന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, സൈൻ റേസ് 6θ പ്ലസ് സൈൻ റേസ് ടു 4θ പ്ലസ് കോസ് റേസ് 6θ പ്ലസ് കോസ് റേസ് 4θ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ഇവരെ കണ്ടുകൊണ്ട് ഇവരെ തമ്മിൽ സൈൻ റേസ് 6θ പ്ലസ് കോസ് റേസ് 6θ, ഞാൻ അവരെ ഒന്ന് അടുപ്പിച്ച് എഴുതുകയാണേ. സൈൻ റേസ് 6θ പ്ലസ് കോസ് റേസ് 6θ. മറ്റേ ഇവരെ തമ്മിൽ സൈൻ റേസ് ടു 4θ പ്ലസ് കോസ് റേസ് ടു 4θ. ഇവരെ തമ്മിലൊക്കെ ഒന്ന് അടുപ്പിച്ച് എഴുതി ചുമ്മാ ഒരു ബ്രാക്കറ്റ് ഒക്കെ ചുമ്മാ കൊടുക്കുന്നതേ ഉള്ളൂ, ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് അറിയാനാണ്. ഈ സൈൻ റേസ് 6θ പ്ലസ് കോസ് റേസ് 6θ എന്ന് പറഞ്ഞാൽ that can be written as 1 minus 3 sin square theta cos square theta. എല്ലാവരും കാണാതെ പഠിച്ചേ പറ്റൂ. ഓക്കെ, സൈൻ റേസ് 6 പ്ലസ് കോസ് റേസ് 6നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 minus 3 sin square cos square. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ റേസ് 6 എന്ന് പറഞ്ഞാൽ അത് സൈൻ സ്ക്വയർ തീറ്റ ഇല്ലയോ, ദ ഹോൾ ക്യൂബ് ഇല്ലയോ? നോക്കിക്കേ സൈൻ റേസ് 6നെ നമുക്ക് 2 × 3 കണ്ടല്ലോ. അടുത്തത് കോസ് റേസ് 6നെയും കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിപ്പോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഫാക്ടറൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ അതൊന്നും ഇപ്പൊ പഠിക്കണ്ട, ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ എഴുതാം എന്ന്. പക്ഷെ ഒരു എൻട്രൻസ് പഠിക്കുന്ന കുട്ടി പഠിക്കണം. അതേ സംഭവം തന്നെയാണ് സൈൻ റേസ് 4θ പ്ലസ് കോസ് റേസ് 4θ ക്യാൻ ബി 1 minus 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം കേട്ടോ. ഇതൊക്കെ പാണത് പഠിക്കണം. അപ്പം 6കൾക്ക് ഇതും 4കൾക്ക് ഇതും. ഓക്കെ, ഇത് നോക്കിക്കേ 1 + 1 ആൻസർ ആരായി മോനെ? 2 ആയി. -3 sin square cos square -2 sin square cos square. ഇവിടെ -3 ടൈംസ്, ഇത് -2 ടൈംസ്, therefore total -5 ടൈംസ് ഓഫ് sin square theta cos square theta എന്ന് കിട്ടി. ഓക്കെ, ഇത്രയൊക്കെ നമുക്ക് കിട്ടി. ഈ sin 2θ എല്ലാവരും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ sin 2θ എത്ര? sin 2θ is given to be 2/5. sin 2θയുടെ ഫോർമുല എന്താ? sin 2x എന്നോ sin 2a എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 sin a cos a, sin 2θ 2 sin θ cos θ. ഓക്കെ, ഇവിടുന്ന് 2 sin θ cos θ ഈക്വൽ ടു 2/5 എന്ന് എഴുതാമല്ലോ. sin 2θ വരെ 2 sin θ cos θ. 2 അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ sin θ cos θ ഈസ് ഈക്വൽ ടു 2/5. ഇവിടെ ഉണ്ട് ഓൾറെഡി. ഈ 2 താഴോട്ട് വന്ന് 5ന്റെ കൂടെ അങ്ങ് ചേർന്നപ്പോൾ 5ന്റെ കൂടെ ചേരുമ്പോൾ മണ്ടയ്ക്കത് 2 ആയിട്ട് അങ്ങ് എന്തായി പോകും മോനെ? വെട്ടിപ്പോയി. കണ്ട് ആൻസർ ഈസ് ആരാണ്? 1/5. ഓക്കെ, അപ്പൊ sin θ cos θ എന്ന് കണ്ടാൽ 1/5 ആയി. ഇവിടെ നമുക്ക് sin സ്ക്വയർ cos സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/5ന്റെ സ്ക്വയർ അത്രമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് 2 minus 5 into 1/5 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 2 minus 5 into 1/25. ഒരു നമുക്ക് 5 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2 minus 1/5 ശരിയല്ലേ? 5 കൊണ്ട് 25നെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 5 വരും കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വെച്ചാൽ ഒരു 5നെ വെട്ടിക്കളാം. എന്തായാലും ബൈ 1 വെച്ചുകൊണ്ട് വരുമ്പോൾ 5 × 2 10 minus 1 × 1 1 by 1 × 5 5. ആൻസർ എത്രയാണ്? 9/5. 9/5 എന്ന് പറയുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര നോക്കിക്കാൻ? ഇവിടെ എല്ലാം പോയിന്റ് ഇല്ല കണ്ടല്ലോ. ഇപ്പൊ 9/5 5 × 1 5 റിമൈൻഡർ ഈസ് 4. 40 കൊടുത്തോണ്ട് ഒരു പോയിന്റ് കൊടുക്കുക. 5 × 8 ആണ് 40. ഓക്കെ, ആൻസർ ഈസ് 1.8. ഇതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതും മറ്റൊരു അടിപൊളി. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം നിങ്ങളുടെ കാരണം ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളും ഒക്കെ ഒരാളുടെ എത്തിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ചെയ്യുക.
പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻട്രൻസിൽ കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.